അപ്പൊ പിഷാരടി മത്സരിക്കാൻ പോകുമ്പോൾ പിഷാരടി എന്ന് പറയുന്ന പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കേണ്ടത്? കളിക്കുന്നവന് സാധുബീഡിയുടെ വലിപ്പമുള്ള ഒരു കപ്പെങ്കിലും കിട്ടും. നിനക്ക് എന്തോന്നാടാ കിട്ടുന്നത്? ഊരി കളിക്കാൻ ഒരു വിസിലോ? പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് അയാൾ കോമഡി പറയാൻ വേണ്ടിയിട്ടാണോ രാഷ്ട്രീയം? അല്ല. അതിന് നിനക്കെന്താ അത്ര ചൊറച്ചില്? എങ്ങനെ ചൊറിയാതിരിക്കും? അയാളുടെ നിലപാടുകൾ നോക്കും, പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ നോക്കും, ഇന്നലകളിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അയാൾ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കും. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അയാൾ പ്രിയപ്പെട്ടവനായതുകൊണ്ട് അയാൾക്ക് ഒരു സീറ്റ് ചിലപ്പോൾ കിട്ടും. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ കോൺഗ്രസിന് അയാളെ കൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ മുൻ വേദികളിൽ അയാൾ പോയിട്ടുണ്ട്. അതിന്റെ പേരിൽ അവന് നന്ദി കാണിച്ചാൽ നിനക്കെന്താ പന്നി ഇത്ര തരണം? അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിന്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ ഒരു സഹയാത്രിക എന്ന നിലയിൽ പുള്ളിയെ അവിടെ മത്സരിപ്പിക്കുന്നു. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? കൊടുത്ത കാശിന്റെ പണി ചെക്കനെ എടുക്കണ്ടല്ലോ. പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? പുള്ളി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇറങ്ങി ഈ നാട്ടിലൊരു പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? അടിച്ചതിന്റെ കരണം പൊളിക്കും ഞാൻ. നീ ആരോടാണ് ഈ വർത്താനൊക്കെ പറയുന്നത്? നിനക്ക് ഞാൻ ആരെന്നറിയോ? ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. ഞാൻ പറഞ്ഞ വിഷയങ്ങൾ കുറച്ചു പേർക്ക് പൊള്ളിയിട്ടുണ്ടായത് കൊണ്ടാണ് അത്തരം ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള കമന്റുകൾ. അത് നമ്മുടെ വിജയമാണത്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. അളിയനിപ്പോ കണ്ടകശനിയാ, അത് കൊണ്ടേ പോവും. സ്വയം വരുത്തി വെച്ചല്ലേ. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ട് അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ടില്ല. ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. എന്തിനാണ് ഇപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനിട്ട ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കാം. ഗാലറിയിൽ നിന്ന് വിസിലടിക്കുന്ന പോലെയല്ല, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ നല്ല പാടാ. ഇതാ പറയണത്, എലി എത്ര മതിച്ചാലും പുലി ആകുകയില്ലെന്ന് ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. നീ വണ്ടി വിടും.